ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. ഒറ്റ ദിവസത്തെ പ്ലാനിങ്ങിലുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തീരുമാനിച്ചെങ്കിലും 1 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് പോകാനായിട്ട്. ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിലും അടപടലം പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അകത്ത് പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ഒരു വണ്ടി മാത്രമേ അകത്തിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഗേറ്റിന് പുറത്തായിരുന്നു. വിൻ്ററിൽ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം റെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ 2 ബെഡ്റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് 2 ബെഡ്റൂംസും. സെക്കൻഡ് ബെഡ്റൂം 2 ബെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ 2 ബെഡാണ്, അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതൊരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ TV ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ കൂടാതെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലേഡീസിനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു തണുപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിത് ഉപയോഗിച്ചിട്ടേ ഇല്ല, ജസ്റ്റ് കയറി കണ്ടു എന്ന് മാത്രം. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. തണുപ്പ് ഓർത്തിട്ട് ചാടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ കേശു എൻ്റെ കൂടെ ഇവിടെ വന്നിപ്പുണ്ട്. ഒടുവിൽ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ ഇറങ്ങല്ലേ, ആൻറ്റിക്ക് നീന്തൽ അറിയില്ല. പക്ഷെ അവന് നന്നായിട്ട് അറിയാം. നല്ല തണുപ്പുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടണേ എന്ന് കരുതിയിരിക്കുകയാണ് ചിന്നും പൊന്നും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പാചകപ്പുര. അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഷെയ്ഡ് ഉള്ളത് കാരണം നല്ല തണുപ്പ് വെള്ളത്തിനുണ്ടായിരുന്നു. വീഡിയോയുടെ പേരും പറഞ്ഞ് ഞാൻ കറങ്ങി നടന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഇവിടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട് പണിയെടുക്കല്ലെന്ന് വെച്ചിട്ട് എനിക്ക് ചായ കൊണ്ട് തരുവാണ് രജിത. സീനേച്ചി ശ്രുതിയും കഷ്ടപ്പെട്ട് ചായ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ സ്റ്റെയിനർ കൊണ്ടുവരാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ സ്റ്റെയിനറൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ കപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചായ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ രജിത. ഡെമോയ്ക്ക് വേണ്ടി കുറച്ച് ചായ അധികം വന്നുള്ളൂ ഗൈസ്. വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം എൻ്റെ 3 പീക്കിരികളും ഒച്ച വയ്ക്കുമായിരുന്നു. ബർക്കയിൽ ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഫാം ഹൗസുകളുണ്ട്. നല്ല തണുത്ത കാറ്റും ഇളം വെയിലുമായിട്ട് അടിപൊളി വെതറായിരുന്നു. കൂട്ടത്തിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന അനൂപും വികാസും ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. നാട്ടിലെ തെറ്റിയും ചെമ്പരത്തിയും അതുപോലെ തന്നെ അരളിയും ഒക്കെ ഇവിടെ നന്നായിട്ട് പൂട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ടൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരും വളരെ ഹാപ്പി ആയിരുന്നു. ഈ പൂളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വേറൊരു പാർട്ടി ഹോൾ പോലെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളായിരുന്നു. അതിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പ്ലേ ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഒരു ഹോളും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് പണിയെടുക്കുമ്പോൾ 2 പേര് കത്തി വെക്കുകയാണ്. അനൂപാണെങ്കിൽ കട്ട് ചെയ്യുന്ന മുളകിൻ്റെ സൈസ് മാറിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് കറക്റ്റ് നോക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇതുവരെ പച്ചമുളക് കൈകാര്യം ചെയ്യാത്ത ഒരാളാണ് അവിടെ നിന്ന് ഉപദേശിക്കുന്നത്. മനോജേട്ടൻ കൂട്ടത്തിൽ സീനിയർ ആയിരുന്നെങ്കിലും കുട്ടികളുടെ കൂടെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നമുക്കിവിടെ രാവിലെ 10 മണി തൊട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിള്ളേർ പാട്ടും ഡാൻസൊക്കെ തുടങ്ങി. സന്ധ്യ ആയപ്പോഴേക്കും നല്ല രീതിയിലുള്ള തണുപ്പ് അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാർബിക്യൂനുള്ള സെറ്റിങ്സ് ഒക്കെ അവർ റെഡിയാക്കുവാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. അമ്പട കേമാ
സണ്ണി കുട്ടാ. കുക്ക് ചെയ്യാനുള്ള ആഗ്രഹ കൂടുതലുകൊണ്ടൊന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ചൂട് കിട്ടുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവർ ഈ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നിട്ടും ഒരു വാശിപ്പുറത്ത് ഇറങ്ങിയതാണ് എല്ലാവരും കൂടി. ഇവർ കുറച്ച് മുന്നേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. കാരണം പൊതുവേ അവർക്ക് പേടിയാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവരുമായിട്ട് ബിങ്കിൾ ചെയ്യാനൊക്കെ. പക്ഷെ പിന്നീടാണ് നമ്മളവരെ ഓരോരോ പ്രോഗ്രാമിൽ ഇതുപോലെ കൊണ്ടുപോയി ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. എവിടെ ചെന്നാലും നല്ല രീതിയിൽ അവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട്. കുക്കറിൻ്റെ വിസിലും ബൈക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ പേടിച്ച് വല്ലാതെ കരയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു മീനാക്ഷിക്ക്. അതും നമ്മൾ കുറേ ഇൻറ്റൻഷനലി അതിനേക്ക് അവളെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ആ ഒരു പേടിയൊക്കെ മാറി. അപ്പോൾ കുട്ടികൾ ഇതുപോലുള്ള പേടിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അമ്മമാർക്കാണത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റുക. അതെ, 11:30 ഒക്കെ ആയപ്പോഴേക്കിനും ബാക്കി എല്ലാവരും മാറിയിരുന്നെങ്കിലും ഈ ചന്തു മാത്രം പിന്മാറാൻ തയ്യാറായിട്ടില്ലായിരുന്നു. ചന്തുവിനെ തോൽപ്പിക്കാൻ സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. 11 മണിക്ക് മുന്നെയാണ് നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ടത്. കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ പൂളിൽ ഇറങ്ങണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അവർ. മീനാക്ഷി പക്ഷെ മടി പിടിച്ചിരിക്കുകയാണ്. അവളെ ഹെൽപ്പ് ചെയ്യാണ് കേശു. ഞങ്ങൾ രണ്ടാളും എവിടെ പോയാലും ഈ ഒരു കാര്യം മാത്രം മറക്കാറില്ല. നാടും വീടൊക്കെ വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാത്രകൾ കുട്ടികൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. അവർക്കൊരു ബിഗ് ഫാമിലിയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു യാത്രയിലൂടെ കിട്ടും. ബർക്കയിൽ ഇതുപോലുള്ള ഒരുപാട് ഫാം ഹൗസുകളുണ്ട്. അടുത്ത ദിവസം കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.